പണ്ടൊക്കെ അലക്കാനുള്ള തുണികളുമായിട്ട് നമ്മൾ കുളക്കടവിലേക്കോ അല്ലെങ്കിൽ പുഴയുടെ കരയിലേക്കോ ഒക്കെ പോകാറുണ്ടല്ലേ. അവിടെ പോയി അലക്കിയതിനു ശേഷം തുണികളെല്ലാം നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് ഉണക്കാനായിട്ട് ഇടാറുണ്ട്. ഉണക്കി എടുത്ത് മടക്കി വെക്കാറുണ്ട്. പോട്ടെ, കാലം മാറി കുളത്തിലേക്കും പുഴയിലേക്കൊക്കെ പോകുന്ന ആ ഒരു മടി കൊണ്ട് നമ്മുടെ വീടുകളിൽ അലക്കക്കല്ലുകൾ സ്ഥാനം പിടിക്കാനായിട്ട് തുടങ്ങി. ഇപ്പത്തെ അലക്കക്കല്ലിന്റെയും സ്ഥാനം പിന്നിലോട്ടാണ് കേട്ടോ. കാരണം ഭൂരിപക്ഷം ആളുകളും ഉപയോഗിക്കുന്നത് വാഷിംഗ് മെഷീനുകളാണ്. മറ്റൊന്നും കൊണ്ടല്ല, വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ അലക്കൽ പരിപാടി കഴിയും. പല രീതിയിലുള്ള വാഷിംഗ് മെഷീനുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഫുൾ ഓട്ടോമാറ്റിക്, സെമി ഓട്ടോമാറ്റിക്, അങ്ങനെ നീണ്ടു പോകുന്ന ലിസ്റ്റ്. പോർട്ടബിൾ വാഷിംഗ് മെഷീനുകളും അവൈലബിൾ ആണ്. അല്ല, എല്ലാ വസ്ത്രങ്ങളും വാഷിംഗ് മെഷീൻ ഉപയോഗിച്ച് കഴുകാനായിട്ട് പാടുമോ? പലർക്കും അറിയാവുന്ന കാര്യമാണ്, ചില വസ്ത്രങ്ങൾ നമ്മൾ വാഷിംഗ് മെഷീനിൽ ഇടാറില്ല. നമ്മൾ ഇനി അടിവസ്ത്രത്തിന്റെ കാര്യം തന്നെ എടുക്കാം. അടിവസ്ത്രം വാഷിംഗ് മെഷീൻ ഉപയോഗിച്ച് കഴുകാനായിട്ട് പാടുണ്ടോ? അറിഞ്ഞാലോ? വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി. വാഷിംഗ് മെഷീനിൽ തുണി നനയ്ക്കുന്നവർ മനസ്സിലാകാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും വലിയ തെറ്റ് അടിവസ്ത്രങ്ങൾ വാഷിംഗ് മെഷീനിലിട്ട് അലക്കുന്ന ആളുകളാണ്. അങ്ങനെയുള്ളവർക്ക് വലിയ പ്രശ്നങ്ങളാണ് വരാനായിട്ട് പോകുന്നത്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. വാഷിംഗ് മെഷീനിൽ അടിവസ്ത്രങ്ങൾ അലക്കുമ്പോൾ പലരും ചെയ്യുന്നൊരു കാര്യം, എല്ലാവരുടെയും അടിവസ്ത്രങ്ങൾ ഒരുമിച്ച് വാഷിംഗ് മെഷീനിലിട്ട് അലക്കുക എന്നതാണ്. ഏറ്റവും അധികം അണുക്കൾ അടങ്ങിയിരിക്കുന്ന ഒന്നാണ് അടിവസ്ത്രങ്ങൾ. അതുകൊണ്ട് തന്നെ അത് വാഷിംഗ് മെഷീനിട്ട് അലക്കുമ്പോൾ അതിലുള്ള ബാക്ടീരിയകളും മറ്റു ഫംഗസുകളും നമ്മുടെ നല്ല തുണികളിലേക്ക് കൂടി വ്യാപിക്കുകയാണ് ചെയ്യുന്നത്. ഒരു വീട്ടിൽ എത്ര ആളുകളുണ്ട്? അവരുടെ എല്ലാ അടിവസ്ത്രങ്ങൾ ഒന്നിച്ചിട്ട് അലക്കുമ്പോൾ നമ്മൾ അറിയാതെ പോകുന്ന ഒരു കാര്യം ഈ വസ്ത്രങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ബാക്ടീരിയകളെ കുറിച്ചാണ്. പലർക്കും പല രോഗങ്ങളായിരിക്കും ഉണ്ടാവുക. അടിവസ്ത്രത്തിൽ നിന്നും നമ്മുടെ മറ്റു വസ്ത്രങ്ങളിലേക്ക് എത്തുന്ന ബാക്ടീരിയകൾ നമ്മുടെ ശരീരത്തിലേക്ക് കയറുകയും അതുവഴി നമുക്ക് രോഗങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. പകരുന്ന തരത്തിലുള്ള രോഗങ്ങളും ഇതുവഴി ഉണ്ടാകും. മാത്രമല്ല, ഈ അണുക്കൾ അടിവസ്ത്രങ്ങളിലേക്ക് തന്നെ പകരുവാനും സാധ്യതയുണ്ട്. അടിവസ്ത്രങ്ങൾ മാത്രം നല്ലതായി സോപ്പിൽ കഴുകി വെയിലത്ത് വിരിക്കുകയാണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും. അലർജി പോലെയുള്ള പ്രശ്നങ്ങളുള്ളവർ തീർച്ചയായും ചെറു ചൂടുവെള്ളത്തിൽ അടിവസ്ത്രങ്ങൾ കഴുകുവാൻ കൂടി ശ്രദ്ധിക്കണം. ഇപ്പൊ മനസ്സിലായല്ലോ, അടിവസ്ത്രങ്ങൾ നമ്മൾ വാഷിംഗ് മെഷീനിൽ ഇട്ട് അലക്കാനായിട്ട് പാടില്ല. മാത്രമല്ല, അടിവസ്ത്രങ്ങൾ കഴുകി നല്ല പോലെ ചൂടുള്ള വെള്ളത്തിൽ ഇട്ടതിന് ശേഷം മാത്രമാണ് നമ്മൾ അത് ഉണക്കിയെടുക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ അപ്ഡേറ്റ്സിനായി വേൾഡ് മലയാളി ചാനൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.